സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഫൈൻ. നിങ്ങൾ റിയാക്ട് ചെയ്താൽ ഞാൻ കാണൂല കേട്ടോ ക്ലാസ് എടുക്കുന്ന സമയത്ത്. ട്രൈ ടു റെസ്പോണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ആരൊക്കെ ഇപ്പൊ മീറ്റിലുള്ളത്? മരിയ, പിന്നെ റിസ്വാൻ. അപ്പൊ ആദ്യം നമ്മള് 4ാമത്തെ ദിവസത്തെ മൊഡ്യൂള് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. പ്രേയേഴ്സ് ആൻഡ് ഫീലിംഗ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് അല്ലാഹ് യസല്ലിമിക്. അല്ലാഹ് യസല്ലിമിക് എന്നാണ്. അപ്പം അല്ലാഹ് യസല്ലിമിക് എന്ന് പറഞ്ഞാല് മേ അല്ലാഹ് പ്രൊട്ടക്ട് യു. മേ അല്ലാഹ് പ്രൊട്ടക്ട് എന്ന് പറയണം. അപ്പം ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക എന്ന് വെച്ചാല് ഒരാൾ നമ്മളോട് താങ്ക് യു എന്ന് പറയാം, ശുക്രൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഒരാളെ ഗുഡ് ബൈ എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ ഒരാള് ട്രാവൽ ചെയ്യുക അങ്ങനൊക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റുക, അങ്ങനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇത് കോമൺലി യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രേസ് ആണ് അല്ലാഹ് യസല്ലിമക്. അല്ലാഹ് യസല്ലിമക് എന്ന് പറയുന്നത് മെയിലിനാണ്. അപ്പൊ ഫീമെയിലിന് എന്താ പറയാ? അഹ്സൻതി, അല്ലാഹ് യസല്ലിമക്. അപ്പം അതൊരു മൾട്ടിപ്പിൾ പേഴ്സൺസിന് പറയുകയാണെങ്കിൽ, കൂടുതൽ 2 ആൾക്കാരിൽ അധികം ആൾക്കാരോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ? ആർക്കും പറയാട്ടോ, ജസ്റ്റ് ട്രൈ. അല്ലാഹു യസല്ലിമക്കും. അഹ്സൻത്, മാഷാഅല്ലാഹ്. അല്ലാഹു യസല്ലിമക്കും. ഓക്കെ, ഫൈൻ. അപ്പം ഇനി അടുത്ത വേർഡാണ് അല്ലാഹു യഅതികൽ ആഫിയ. ഇതും കുറേ യൂസ് ചെയ്യപ്പെടുന്ന വേർഡാണ്, ഫ്രേസ് ആണ് അല്ലാഹു യഅതികൽ ആഫിയ കോമൺലി. അതിന്റെ അർത്ഥമാണ് മേ അല്ലാഹ് ഗ്രാന്റ് യു ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ്. അതാണ് ഇത് നമ്മൾ എപ്പോഴാണ് പറയാന്ന് വെച്ചാല്, ഇപ്പൊ ഒരാളെ എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് നമ്മൾ അക്നോളജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവട്ടെ നമ്മൾ വിഷ് ചെയ്യല്ലോ അവരെ. അപ്പൊ അവരൊരു സുഖമില്ലാണ്ട് കിടക്കുകയാണെങ്കിലൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലാഹു യഅതികൽ ആഫിയ. അല്ലെങ്കിലും നമ്മൾ കോളിലൊക്കെ ആവുമ്പം ജസ്റ്റ് ലാസ്റ്റ് നമ്മള് ഒരു ഗുഡ് ബൈ ആ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ അറബികൾ പറയുന്നതാണ് അല്ലാഹു യഅതികൽ ആഫിയ. ഓക്കെ, അപ്പം അവിടെയും അല്ലാഹു യഅതികൽ ആഫിയ മെയിലിനാണ്. ഫീമെയിലിന് പറയുമ്പോൾ അല്ലാഹു യഅതികൽ ആഫിയ അല്ലെങ്കിൽ അല്ലാഹു യഅതികൽ ആഫിയ. ഓക്കെ, പിന്നെ പ്ലൂറൽ ഫോം ആവുമ്പോഴാണ് അല്ലാഹു യഅതികും അൽ ആഫിയ. പിന്നെ അടുത്തതാണ് അല്ലാഹു യഖല്ലിക്. അല്ലാഹു യഖല്ലിക്, മേ അല്ലാഹ് കീപ് യു സേഫ്. അപ്പം ഇതെപ്പോഴാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മള് ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മള് ഭയങ്കര താങ്ക്ഫുൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് എന്താ ഒരാളോട് നമ്മള് ഫേവർ ചോദിക്കുമ്പം അപ്പൊ പൊലൈറ്റ്ലി നമ്മൾ പറയുന്നതാണ് അല്ലാഹു യഖല്ലിക്, മേ അല്ലാഹ് കീപ് യു സേഫ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഈ ഒരു കാര്യം എനിക്കൊന്ന് സഹായിച്ചരോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം അല്ലാഹു യഖല്ലിക്, അല്ലാഹു യഖല്ലിക് എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്തതാണ് തൂൽ അല്ലാഹ് ഉംറക്. അവിടെ ഇംഗ്ലീഷില് അത് മോളത്തും താഴത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ തൂൽ അല്ലാഹ് ഉംറക്, രണ്ടാമത്തെ അല്ലാഹു യതവ്വിൽ ഉംറക്. ഏത് പറഞ്ഞാലും ഒരേ സാധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മേ അല്ലാഹ് ഗ്രാന്റ് യു എ ലോങ് ലൈഫ്. ഇത് നമുക്ക് ഒരാൾ മെയിനായിട്ട് ഇപ്പം വലിയ എൽഡേഴ്സിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലോങ് ലൈഫ് ഉണ്ടാവട്ടെ നമ്മൾ വിഷ് ചെയ്യുമ്പം, അപ്പം അങ്ങനൊക്കെ ഒരു എൽഡർ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ് തൂൽ അല്ലാഹ് ഉംറക്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ജസാക്കല്ലാഹ് ഖൈറൻ. ജസാക്കല്ലാഹ് ഖൈറൻ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ള അല്ലാഹ് യജ്സികൽ ഖൈർ, മേ അല്ലാഹ് റിവാർഡ് യു വിത്ത് ഗുഡ്നെസ്. ഓക്കെ, ഖൈർ എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ആണ്, ഗുഡ് എന്നാണ് അർത്ഥം വരുന്നത്. ജസാക്കല്ലാഹ്, മേ അല്ലാഹ് റിവാർഡ് യു. ഓക്കെ, പിന്നെ പറയുമ്പം ജസാക്കല്ലാഹ് എന്ന് ജസ്റ്റ് പറയരുത്, ജസാക്കല്ലാഹ് ഖൈറൻ എങ്ങനെയെങ്കിലും, അതായത് മാക്സിമം ഖൈറൻ ഉൾപ്പെടുത്താൻ നോക്കാം. കാരണം മേ അല്ലാഹ് റിവാർഡ് യു എന്ന് പറയുമ്പോൾ ചിലപ്പം ഗുഡ്നെസ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആവാം. അപ്പം ഖൈറൻ ആണെങ്കിൽ എടുത്ത് പറയാം. ഓക്കെ, റിവാർഡ് യു വിത്ത് ഗുഡ്നെസ്. കാരണം ചില ആൾക്കാരുണ്ട് ജസാക്കല്ലാഹ് മാത്രം പറയുന്നത്,
കൂടെ ഖൈറൻ ഉപയോഗിച്ചാൽ എത്രയും ഇറ്റ് വിൽ ബി ബെറ്റർ. അടുത്തതാണ് നമ്മള് ഇപ്പം ഓക്കെ അല്ലെങ്കിൽ ഓൾ റൈറ്റ് ഇങ്ങനൊക്കെ പറയാലോ. അപ്പൊ ഇത് നമുക്ക് 3 രീതിയിൽ പറയാം. ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്യണം അവരെ. അപ്പം നമുക്ക് 3 രീതി പറയാം. തയ്യബ് എന്ന് പറഞ്ഞാല് ഗുഡ്, ഗുഡ് അല്ലെങ്കിൽ ഓക്കെ. അയ്വ എന്ന് പറഞ്ഞാല് യെസ്. ഇടയ്ക്കിടക്ക് ഞാൻ പറയുന്ന ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അയ്വ എന്ന് പറഞ്ഞാല് യെസ്. പിന്നെ ചിലപ്പോൾ അത് ഈ വേർഡ്സ് രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി യൂസ് ചെയ്യാം കേട്ടോ. തയ്യബ് അല്ലെങ്കിൽ അയ്വ. പിന്നെ വരുന്നതാണ് തബഅൻ. തബഅൻ തബഅൻ എന്ന് പറഞ്ഞാല് ഓഫ് കോഴ്സ്, തീർച്ചയായും, സെർട്ടൻലി എന്നൊക്കെ പറയല്ലോ. നമ്മളൊരു എന്താ പറയാ, ഒരു കാര്യം കൺഫേം ചെയ്ത് പറയുകയാണെങ്കിലാണ് തബഅൻ എന്ന് പറയാം. അപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് മറിയാനോട്, മറിയ നിനക്ക് എന്നെ നാളെ സഹായിക്കാൻ കഴിയോ? അപ്പം മറിയ പറയും തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം. തബഅൻ. ഓക്കെ. ഇനി അടുത്തതാണ് തമാം. തമാം അതുപോലെ തന്നെ തയ്യബിന്റെ മാതിരി തന്നെ ഒരു ഓക്കെ, ഓൾ റൈറ്റ് എന്നൊക്കെ പറയല്ലോ. ഏകദേശം അതേ സാധനം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു കാര്യം നമ്മളെ കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അഗ്രി ചെയ്യുമ്പോഴാണ് തമാം, തബഅൻ, തയ്യബ്, ഐവ ഏത് രീതിയിൽ ഉപയോഗിക്കുക. ഐവ കൂടുതലും യെസ് എന്ന രീതിയിലാണ്. ഇതും കോമൺലി കുറെ ഉപയോഗിക്കപ്പെട്ടതാണ് ഐവ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. വെൽക്കമിന് എന്താ പറയാ? വെൽക്കമിന്റെ ഒരു ഫോം ആണ് എന്താണ്? ഹയ്യാക്കല്ലാ. അപ്പം ഹയ്യാക്കല്ലാന് റെസ്പോൺസ് കൊടുക്കുന്നതാണ് ഈ മീറ്റിൽ ആകെ മറിയുള്ളൂ, വേറെ ആരും ഇല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഡെയിലി എക്സ്പ്രഷൻസ്. ജസ്റ്റ് എ സെക്കൻഡ്. ആഷിക്കില്ലേ? സൗണ്ട് ഇല്ല. ആരെ സൗണ്ട്? എന്റെ സൗണ്ട് അല്ലാത്ത? പറ്റ കുറവാ. ഇപ്പോഴും കുറവാ? ആഷിക്കിന്റെ ഫോണിന്റെ സൗണ്ട് ഫുള്ളാണോ? ഇത് ഫുള്ളാ. ബാക്കിയുള്ളവർക്കും എന്റെ സൗണ്ട് കുറവാ? ഇല്ല, കേൾക്കുന്നുണ്ട്. ആർക്കാ കേൾക്കാത്ത? ആഷിക്കിനും പിന്നെ ആഷിക്കിനും മാത്രം കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പറ്റ ചെറുതാ. ഞാൻ കട്ടാക്കിട്ട് ആദ്യം വരാം. ജസ്റ്റ് ട്രൈ റീജോയിനിങ്. അപ്പം സിജു വർഗീസ് മീറ്റിലില്ലേ? ഹലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുത്ത് പോയാൽ ശരിയാവില്ലല്ലോ. എല്ലാരും ഇന്ററാക്ട് ചെയ്യണ്ടേ? അപ്പൊ എന്നാ റിസ്വാൻ പറഞ്ഞോ. സോറി, റിസ്വാൻ എന്നല്ലേ? ഐ എം ബിസി എന്താ അറബി പറയാ? അന മഷ്ഗൂൽ. അപ്പൊ മറിയ പറയാണെങ്കിൽ മറിയ എന്താ പറയാ? മറിയ പറയാണെങ്കിൽ മറിയ എന്താ പറയാ? അങ്ങനെ എന്തോ ആണ്. അന മഷ്ഗൂ. ലാസ്റ്റ് എന്ത് ചേർക്കാനാ പറഞ്ഞേ? അപ്പൊ ഒന്ന് ചേർത്ത് നോക്ക് ലാസ്റ്റത്തെ ലെറ്റർ വെച്ചിട്ട്. വേണ്ട. അന മഷ്ഗൂലിയ എന്ന് പറയണ്ട, അന മഷ്ഗൂല എന്ന് പറഞ്ഞ. അപ്പൊ ആഷിഖ്, ഇപ്പം ഇവിടെ പറഞ്ഞത് ഞാൻ ബിസി ആണെന്നാണ്. അപ്പൊ ഞാൻ ഫ്രീ ആണെന്ന് എങ്ങനെ അറബി പറയാ?
എങ്ങനെ ഒറ്റ മിനിറ്റ് ആലോചിച്ച് നോക്കട്ടെ. റിസ്വാൻ അറിയും പറയാ, മറിയക്ക് അറിയാണെങ്കിൽ പറയാ. ഷഹനാസ് ഷഹന അല്ലേ? ഷഹനക്ക് അറിയോ ഐ എം ഫ്രീ എന്നെ അറബി പറയാന്ന്? അന മാന്ന് കൊടുക്കോ മുന്നില്? അന ഫാദിനാ. അതെ, അന ഫാദിനാ. അന ഫാദി. അന ഫാദിന്നും പറയാ, അന മു മശ്ഗൂൽ, അന മുഷ് മശ്ഗൂൽ അങ്ങനെയും പറയാം. ഓക്കെ, അന മു മശ്ഗൂൽ. അല്ലെങ്കിൽ നീ ചേർക്കല്ലേ ഫസ്റ്റ്? അല്ല, ഞാൻ ബിസി അല്ലാന്ന് പറയുന്നതാണ് അന മു മശ്ഗൂൽ, അന മശ്ഗൂൽ. അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആണെന്ന് പറയുമ്പോഴാണ് അന ഫാദി. അന ഫാദി ഞാൻ വേണി ടൈപ്പ് ചെയ്ത്. ഓക്കെ, അന ഫാദി. അടുത്തതാണ് അന അതെന്താ വായിക്കുക? അന ഖാലിഖ്. ഖാലിഖ് എന്ന് പറഞ്ഞാല് വറി എന്നാണ് അർത്ഥം വരുന്നത്. വറി, ആങ്ഷ്യസ് ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഐ എം കംഫർട്ടബിൾ എന്ന് പറയാ. അത് ഫീമെയിൽ പറയുമ്പോ എന്താ പറയാ? മുർത്താജോ അല്ലേ? അത് ജീമല്ലോ, അവിടെ കുത്തില്ലാലോ. അത് ഇങ്ങനെ അതല്ലല്ലോ. കംഫർട്ടബിളിന് ഫെമിനും മെസ്കുലിനും ഇല്ലാലോ. ഫെമിനിൻ, അതായത് കംഫർട്ടബിൾ പറഞ്ഞ ആ ഒരു വേർബിന് ഫെമിനിൻ മെസ്കുലിൻ ഫോം ഉണ്ടോ? ഇല്ല. മുർത്താഹ് ഇല്ല. മുർത്താഹ് എന്നാണ് മെയിൽ. ഒരു മെയിൽ പറയുകയാണെങ്കിൽ മുർത്താഹ്, ഫീമെയിൽ പറയുകയാണെങ്കിൽ അന മുർത്താഹ. തമാം. ഓക്കെ എന്നല്ല തമാം എന്ന് പറയുമ്പോ ഓക്കെ നമ്മള് 3 രീതിയിൽ പറയാ. ഏത് രീതിയിലാ പറയാ? ഏതും പറയാം. ഓക്കെ, അടുത്തതാണ് നമ്മള് പൊലൈറ്റ്നെസ് അല്ലെങ്കിൽ ഓരോ അപ്പോളജീസ്. ഓക്കെ, ഇതിൽ ആദ്യം പറയണത് ആസിഫ്. കോമൺലി മോസ്റ്റ് പവർഫുൾ വേർഡ് ആണ് ആസിഫ് എന്ന് പറയുന്നത്. എല്ലാവരും ആസിഫ് എന്നാണ് കൂടുതലും സോറി എന്ന് പറയാം. ആസിഫ് ഒരു മെയിൽ പറയുമ്പം, അത് ഫീമെയിൽ പറയുമ്പം ആസിഫ്. അതന്നെ ആസിഫ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്പോളജൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആസിഫ് എന്നറിയും. അല്ലെ ഒരു നമ്മളോട് റിക്വസ്റ്റ് ചോദിച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആസിഫ് എന്നറിയും. ഓക്കെ, ഇനി ആസിഫിനെ നമ്മള് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുന്നതാണ് ലാബസ്. ലാബസ് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ, ലാബസ് എന്ന് പറഞ്ഞാല് നോ പ്രോബ്ലം. നോ പ്രോബ്ലത്തിന് വേറൊരു വേർഡും ഇല്ലേ? മുഷ്കില അല്ലെങ്കിൽ മാഫി മുഷ്കില. അടുത്തതാണ് ലൗ സമഹ്ത്. ഇത് ലൗ സമഹ്ത് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്ന രീതിയിലാണ് പറയാം. ഇപ്പം ഒരാളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കില്ല പ്ലീസ് എന്ന്. അപ്പൊ പറയാം ലൗ സമഹ്ത് എന്നറിയാം. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ പ്ലീസ് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ ലൗ സമഹ്ത് മുംകിൻ തുസാഇദ്നി. ഓക്കെ, സഅദ യുസാഇദു എന്ന് പറഞ്ഞാല് ഹെൽപ്പ് എന്നാണ്. എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ മുംകിൻ തുസാഇദ്നി അല്ലെ? നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇസ്മി ഉംരി എന്നൊക്കെ അല്ലെ? അതുപോലെ തന്നെ തുസാഇദ്നി, എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പൊ ലൗ സമഹ്ത് എന്ന് പറഞ്ഞാൽ പ്ലീസ്. ലോ സമദ് മുംകിൻ തുസാഇദ്നി. മുംകിൻ എന്ന് പറഞ്ഞാൽ എന്നെ എന്നാണ് അർത്ഥം? അല്ല, മുംകിൻ എന്ന് പറഞ്ഞാല്
മുംകിൻ എന്ന് പറഞ്ഞാൽ ക്യാൻ യു ഒരു പോസിബിലിറ്റി ആണ്. ചോദിക്കാറ പറ്റുമോന്ന് ചോദിക്കാറ്. പറ്റുമോന്ന് വയ്ക്കാം, അതന്നെ. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ഹെൽപ്പ് മീ നോക്കിയല്ലോ, ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ആ രീതിയിലാണ് മുംകിൻ തന്നെ. അതായത് ഇസ് ഇറ്റ് പോസിബിൾ ഓർ കെൻ ഐ ഒക്കെ പറയല്ലോ. അല്ലെങ്കിൽ മുംകിൻ നമുക്ക് വേണമെങ്കിൽ പറയാം മേ ബി എന്ന് പറയല്ലോ, ചിലപ്പോ. അതിന് പറയണത് അതിനും നമ്മള് മുംകിൻ ഫ്രേസ് യൂസ് ചെയ്യും കേട്ടോ. അതിന് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. മുംകിൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാം യിംകിൻ. എന്താണ് യിംകിൻ? യിംകിൻ. ഓക്കെ, ടൈപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാന് ഈ ഒരു സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ടാണ്. അടുത്തതാണ് റിക്വസ്റ്റ് അല്ലെങ്കിൽ കമന്റ്. ഫസ്റ്റത്തെ വേർഡാണ് തഫബ്ബൽ. തഫബ്ബൽ തഫബ്ബൽ എന്ന് പറഞ്ഞാൽ വെൽക്കം മാത്രമല്ല അതിനർത്ഥം വരുന്നത്. തഫബ്ബൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് നമ്മളെ വീട്ടിലേക്ക് വരാണെങ്കിൽ പ്ലീസ് കം എന്ന് അറിയല്ലോ, അപ്പൊ തഫബ്ബൽ എന്ന് അറിയും. തഫബ്ബൽ അല്ലെങ്കിൽ ഹിയർ യു ഗോ, ഗോ അഹെഡ്. ഞാൻ വോയിസ് അയക്കുമ്പോ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തഫബ്ബൽ എന്നൊക്കെ പറയല്ലോ. ഗോ അഹെഡ്, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയല്ലോ. അപ്പൊ അതിനൊക്കെ പറയുന്നതാണ് തഫബ്ബൽ. അതൊരു ഫീമെയിലിനെ പറയുകയാണെങ്കിൽ എന്താവും? ഫീമെയിലിനോട് പറയുകയാണെങ്കിൽ اتفضلي اتفضلي تفضلي تفضلي പറയാം. تفضلي 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 ടൈപ്പ് ചെയ്തരാണ് നല്ലത്. തഫദ്ദലി എന്ന് പറയാം. ഇനിയിപ്പോ അത് രണ്ടിനെക്കാട്ടിയും ആൾക്കാരോട് പറയുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ പേഴ്സൺസിനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ? എങ്ങനെ? അല്ല, തഫദ്ദല എന്നാണ് ഉദ്ദേശിച്ചത്? അല്ലല്ല, തഫദ്ദലി ഒരു ഫീമെയിലിനോട്, തഫദ്ദലു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട്. ഓക്കെ, ഇപ്പം തഫദ്ദൽ ഉപയോഗിക്കുക വെൽക്കമിന് മാത്രമല്ല. ഇപ്പൊ നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഓഫർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പം, ഇതിനൊക്കെ നമുക്ക് തഫദ്ദൽ എന്ന് പറയാം. യല്ലാ തഫദ്ദൽ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ബിസുറഅ. ബിസുറഅ ചിലപ്പം ഇവിടെ യുഎഇയിലുള്ളവരൊക്കെ GCCയിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. യല്ലാ ബിസുറഅ എന്ന് പറയും അല്ലെ അറബികള്. ബിസുറഅ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി, ക്വിക്ക്ലി എന്ന് പറയും. ഓക്കെ, പെട്ടെന്ന് ചെയ്യുന്നറിയാം. യല്ലാ ബിസുറഅ എന്ന് പറയും. പിന്നെ അടുത്തതാണ് ഇൻതദിർ. ഇൻതദിർ ഇൻതദിർ എന്ന് പറഞ്ഞാൽ വെയിറ്റ്. അപ്പൊ അത് ഫീമെയിലിനെ പറയുകയാണെങ്കിൽ ഇൻതദിറാന്നാവില്ലല്ലോ, നേരത്തെ തഫദ്ദൽ എന്ന് പറഞ്ഞ മാതിരി. അത് ഇനി മെയിലിനോടാണെങ്കിൽ, സോറി, അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ انتظروا انتظروا. അപ്പൊ ആരെയാ ആൻസർ ചെയ്യണം? ആഷിക്കും മറിയാണോ ആൻസർ ചെയ്യുന്നത്? വേറെ ആരുമല്ല, വേറെ കുറെ ഉണ്ട്. റിസ്വാനും പറയാ, ഷഹാന, ഉഖ്തി ഷഹാന, പിന്നെ യാ അഖി സിജു, യു ക്യാൻ ഇന്ററാക്ട്. ഓക്കെ, ഇത് ഏതായാലും പഠിച്ച പോർഷൻ ആയതുകൊണ്ട് ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. അപ്പൊ ആ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തതാണ് അതിന്റെ മുന്നേ ഷഹാനല്ലേ? ഷഹാന ലെഫ്റ്റ്. റിസ്വാൻ
അപ്പൊ ഞാൻ പറയാണ് റിസ്വാനോട്, എന്താണ്, ഞാൻ കംഫർട്ടബിൾ ആണ്. ഞാൻ കംഫർട്ടബിൾ ആണെന്ന് എങ്ങനെ അറബി പറയാ? പെട്ടെന്ന് യെസ് മാം പറഞ്ഞു പോയാ? ആഷിക്ക് പറഞ്ഞു. അന മുർത്താഹ്. അന മിർത്താഹ്. ഓക്കെ. പിന്നെ അടുത്തത് മറിയ. ഓഫ് കോഴ്സ് എന്താ പറയാ? തൊയ്ബ. തയ്യബല്ല. തയ്യബ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് എന്നാണ്. തയ്യബ് ഗുഡ്. ഇതെന്താണ്? തബഅൻ. എന്താണ്? തബഅൻ. ഓക്കെ. യാ അഖി സിജു ഡ്രൈവിംഗിലാണ്. റിസ്വാൻ. യെസ് മാം പറഞ്ഞു പോവല്ലേ? പ്ലീസ് എന്താ അറബി പറയാ? لو سمحت. അതൊരു ഫീമെയിൽ ആണെങ്കിൽ لو سمحتي. ഓക്കെ. പിന്നെ ബഷീർ ഓക്കെ. ബഷീർ PT സ്റ്റുഡന്റ് ആണോ? കുഴപ്പമില്ല. പിന്നെ ഐ എം വറിയിങ്, അതൊരു ഫീമെയിൽ പറയുകയാണെങ്കിൽ എന്താവും ആഷിഖ്? എന്തേനി വറിയിങ്, എന്തേനി വറി, ആൻഷ്യസ് ഒക്കെ പറയാ? ആന കാലിക്. ആന കാലിക. ലാസ്റ്റ് ഒരു ആ സൗണ്ട് ചേർത്തെടുക്കും. പിന്നെ നോ പ്രോബ്ലം, അതായത് ഞാൻ പറയാ നോ പ്രോബ്ലത്തിന് എന്താ മറിയ പറയാ? ഞാൻ പറയാ പിന്നെ റിസ്വാൻ. മേ അള്ളാഹ് കീപ് യു അലൈവ്, അത് ഒരു ഫീമെയിൽ പറയുകയാണെങ്കിൽ അതിന് ഫീമെയിൽ തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയാ? ഫീമെയിൽ Keep you alive എന്ന് പറയാ? ഒരു ഫീമെയിലിനോട് പറയാണ്. അല്ലാഹ് യഹയ്യികി, അല്ലാഹ് യഹയ്യികി എന്ന് പറയാട്ടോ. ഓക്കെ. ഓക്കെ തമാം. അപ്പം ചാപ്റ്റർ മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ഡയറക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കോമ്പാസുമല് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഈസ്റ്റിന് പറയുന്നതാണ് ഷർക്ക്, വെസ്റ്റ് ഗർബ്, സൗത്ത് ജുനൂബ്, നോർത്ത് ഷിമാല്. ഓക്കെ. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ചോദിക്കാം ആഷിഖ്, ദുബായ് ഇസ് ഇൻ ദ നോർത്ത് ഓഫ് അബുദാബി, അതെങ്ങനെ അറബി പറയാം? ദുബായ് ഇസ് ഇൻ ദ നോർത്ത് ഓഫ് അബുദാബി. അബുദാബിന്റെ നോർത്ത് സൈഡിലാണ് ദുബായ് വരുന്നത്. എന്താണ് ചെറുക്ക? ദുബായ് ഇന്നല്ല, ഇന്നെന്താ പറയാ? അപ്പൊ ദുബായ് ഏതാ സൈഡ് പറഞ്ഞേ? നോർത്ത്. ഷമാൽ. ദുബായ് ഫി ഷമാൽ. ഷമാലല്ല, ഷിമാൽ. വേറെ പറഞ്ഞല്ലോ. അബുദാബിന്റെ നോർത്ത് സൈഡിലാണ്. ഷമാൽ അബുദാബി ആണോ? എങ്ങനെ? ദുബായ് ഫി ഷമാൽ
ആ അബുദാബി. അബുദാബി അത്രേ ഉള്ളൂ. ദുബായ് അത്രേ ഉള്ളൂ? ഫി ഷിമാൽ അബുദാബി അത്രേ ഉള്ളൂ. അബുദാബിന്റെ എന്ന് പറയുമ്പോ തോന്നുന്നത് അങ്ങനൊന്നുമില്ല, അറബിയിൽ അങ്ങനത്തെ ഒന്നുമില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതൊക്കെ ശരിയായിക്കോളും. ഇനി അടുത്തതാണ് ലെഫ്റ്റും റൈറ്റും. ഓക്കെ, ഇതില് റൈറ്റിന് പറയുന്നതാണ് യമീൻ, ലെഫ്റ്റിന് പറയുന്നതാണ് യസാർ. യസാർ. പക്ഷെ ഇവിടെ കൊടുത്തത് ഷിമാൽ. അപ്പൊ നമുക്ക് ലെഫ്റ്റിന് ഷിമാൽ ഉപയോഗിക്കാം. പക്ഷെ ഷിമാല് മെയിൻ ആയിട്ട് നോർത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റിന് കൂടുതൽ നമ്മൾ പറയപ്പെടുന്നത് യസാർ എന്നാണ് കേട്ടോ. ഓക്കെ, രണ്ടും ഉപയോഗിക്കാം. പക്ഷെ ഡയറക്ഷൻ പറയുമ്പോ കൂടുതലും യമീൻ യസാർ എന്നാ പറയാം. അപ്പം ഓക്കെ, ജസ്റ്റ് നമുക്ക് വേർഡ്സ് നോക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കാതാ നല്ലേ. അടുത്തതാണ് ബാക്ക്. ബാക്കിന് പറയണതാണ് വറ. ഓക്കെ, ഫ്രണ്ട് അമാം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ യമീന് യസാർ ഓപ്പോസിറ്റ്, വറ അമാം, ഫ്രണ്ട് ബാക്ക്. ഓക്കെ, പിന്നെ ഖരീബ്. ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്. ഖരീബ് എന്ന് പറഞ്ഞാല് അടുത്ത്. ഖരീബിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ബഹീദ് അല്ല, ഹ അല്ല കേട്ടോ, ഐനാണ്. തൊണ്ടെന്ന് പറഞ്ഞത് ബഈദ്. ഈ അറബികൾ സംസാരിക്കുമ്പോ കൂടുതൽ നിങ്ങൾക്ക് ഐന് കേൾക്കാം അവർ പറയുമ്പോ. അപ്പൊ ആ ഒരു ലെറ്റർ മാക്സിമം എന്താ പറയാ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ആ ലെറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ബഈദ്. ബഈദ് അത് ശരിയായിക്കോളും. പറഞ്ഞ ശരിയായിക്കോളും. അടുത്തതാണ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് മുഖാബിൽ. അപ്പം കറക്റ്റ് ഒരു സംഭവത്തിന്റെ കറക്റ്റ് അപ്പുറത്താണെങ്കിൽ നമ്മൾ മുഖാബിൽ എന്ന് പറയും. പിന്നെ ഇത് കുറച്ച് വേർഡ്സ്, അതായത് കോമൺ പ്രിപ്പോസിഷൻസ് ആണ്. നേരത്തെ ആഷിക്ക് എന്നല്ല പറഞ്ഞ ഫി എന്നാണ്. അപ്പൊ ഫി ഇസ് ഓൾസോ വൺ ഓഫ് ദി പ്രിപ്പോസിഷൻസ്. അതിൽ വേറെ ഒന്നാണ് ഇല. ഇല എന്ന് പറഞ്ഞാല് ടു എന്ന് അർത്ഥം വരും, ഇൻ ടു എന്നും അർത്ഥം വരും കേട്ടോ. ഓക്കെ, ടു എന്ന് പറയാം, ഇൻ ടു എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഫൗഖ്. ഫൗഖിന് പറയണതാണ് അബവിന് പറയണതാണ് ഫൗഖ്. ഫൗഖിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തഹ്ത്. എന്താണ്? ഈ ഫൗഖ് നമ്മള് സംസാരിക്കുന്ന സമയത്ത് ഫൗഖ് എന്ന് പറയില്ല, ഫോഗ് എന്നാട്ടോ പറയാ. ഫോഗ് എന്താ പറയാ? ഓക്കെ. അപ്പം അതത്രേ ഉള്ളൂ. എന്റെ മുന്നേ കുറച്ച് റോഡ് സൈൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നോ പാർക്കിംഗ് എന്ന് പറയുന്നതാണ് മംനൂ അൽ വുഖൂഫ്. മംനൂ എന്ന് പറഞ്ഞാൽ എന്താ? പാടില്ല. മംനൂ എന്ന് പറഞ്ഞാൽ പ്രോഹിബിറ്റഡ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോ എന്നൊക്കെ അർത്ഥം വരും. നോ എന്ന് പറഞ്ഞാൽ ലാനാണ്. പക്ഷെ ഇവിടെ നോ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ മംനൂ അൽ വുഖൂഫ്, അവിടെ പാർക്കിംഗ് പ്രോഹിബിറ്റഡ് ആണ്, പാർക്കിംഗ് ചെയ്യാൻ പാടില്ല. അടുത്തതാണ് മംനൂ അൽ ഇന്തിദാർ. ഇന്തിദാർ എന്ന് പറഞ്ഞാല് നമ്മള് നേരത്തെ PDF കണ്ടില്ലേ, ഇന്തിറു എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്തതാണ് ഖത്തർ. ഖത്തർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. പിന്നെ അസ്സദ്മ അൽ കഹ്റബായിയ. കഹ്റബ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണ്. അൽ കഹ്റബായിയ, അസ്സദ്മ അൽ കഹ്റബായിയ. എന്താണ് പറയുക? അസ്സദ്മ എന്ന് പറഞ്ഞാല് ഷോക്ക് റിസ്ക്. പിന്നെ തെമ്പീഹ് എന്ന് പറഞ്ഞാല് അറ്റൻഷൻ.
ഇൻതബിഹി എന്ന് പറയുമ്പോ നമ്മൾ ഒരാളെ ഓർഡർ ചെയ്യാ, നീ അറ്റൻഷൻ കൊടുക്ക്. ഇൻതബിഹി. പിന്നെ അടുത്തതാണ് ഖഫിഫ് അസ്റഅ. ഖഫിഫ് അസ്റഅ. അസ്റഅ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അല്ലേ, നമ്മൾ നേരത്തെ കണ്ട് ബിസുറഅ എന്ന് കേട്ടില്ലേ, ക്വിക്ലി, ഇമ്മീഡിയറ്റ്ലി. അവിടെ ഖഫിഫ് നല്ല സ്ലോ ഡൗൺ. ഖഫിഫ് അസ്റഅ, സ്ലോ ഡൗൺ. കറക്റ്റ് അതേ മീനിങ് തന്നെ വരണമെന്നില്ല കേട്ടോ. പിന്നെ ഡൈവേർഷൻ ആണ് തഹ്വീൽ. തഹ്വീൽ. ഇനി അമാമക് തഹ്വീല എന്ന് പറഞ്ഞാല് ഡൈവേർഷൻ. അഹെഡ്. അഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നാണ്. അപ്പൊ മുന്നിൽ നമ്മൾ പഠിച്ചത് അമാം എന്നാണ് പറയാം. അമാമക് തഹ്വീല, മുന്നിൽ ഡൈവേർഷൻ ആണ് എന്നാണ് പറയുന്നത്. അമാമക് തഹ്വീല. അപ്പൊ അതിന് ശേഷമുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്തതാണ്. അതിന്റെ മുന്നേ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. ഷിമാലിന്റെ ഓപ്പോസിറ്റ് എന്താ ആഷിഖ്? ഷിമാലിന്റെ ഓപ്പോസിറ്റോ? ആ ജനൂബ. ജനൂബ്. ജനൂബ് തന്നെ. പിന്നെ മറിയ. മറിയ എങ്ങനെ ഒരാളോട് പറയും ടേൺ ലെഫ്റ്റ്? ടേൺ ലെഫ്റ്റ് എങ്ങനെ പറയാ? തവീൽ യസാർ. എന്ത് യസാർ? തവീൽ. തവീൽ എന്ന് പറഞ്ഞാൽ എന്താ? തവീൽ എന്ന് പറഞ്ഞാൽ ഡൈവേർഷൻ അല്ല. ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പം അറബിയില് ലിഫ് എന്നാ പറയാ. ലിഫ് യസാർ. ലിഫ് യസാർ. ടേൺ റൈറ്റ് ലിഫ് യമീൻ. ലിഫ് യമീൻ. ഓക്കെ. ഇനി റിസ്വാൻ. യാ അഖി റിസ്വാൻ. رزوان اللي يلا تفضل. നാശിക്ക് പറഞ്ഞോ. ഞാനൊരു സെന്റൻസ് പറയാം, അത് അറബി പറഞ്ഞു കേട്ടോ. ദ പാർക്ക് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ. എങ്ങനെ പറയാ? പാർക്ക് പറഞ്ഞാല് നോർമൽ അല്ലേ? പാർക്ക് എന്ന് പറഞ്ഞാ പാർക്ക് സ്കൂളിന് മുമ്പ് കാണുന്നല്ലേ? അതെ. ഞാൻ പറഞ്ഞിരുന്നു ഓരോന്നിന്റെ അറബി. പാർക്ക് എന്താ അറബി പറയാ? പാർക്കിന് ഹദീഖ. ഹദീഖ. അപ്പൊ ഹദീഖ. അൽ ഹദീഖ ഖിദ്ദാം അൽ മദ്രസ. ഖിദ്ദാം അൽ മദ്രസ. ഓക്കെ. ഖിദ്ദാം എന്ന് പറയാ, അല്ലെങ്കിൽ അമാമക് അൽ മദ്രസ. അമാമക്ക ഇല്ല. അമാമക്ക എന്താ? നിന്റെ മുന്നിൽ. അമാം അൽ മദ്രസ. تمام. يعني مريا. Yes. The shop is near the cafe. എങ്ങനെ അറബി പറയാ? ഷോപ്പ് എന്താ പറയാ? ഷോപ്പിന് ബഷീർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ ഫൈൻ. അറിയണു മറിയ. ഓക്കെ. ഷോപ്പിന് പറയാ ദുക്കാൻ. ദുക്കാൻ. ഈ ദുക്കാൻ എന്നായിരുന്നു ക്വസ്റ്റ്യൻ? എന്തിന്റെ മുന്നിലായിരുന്നു? കഫേന്റെ മുന്നിൽ. ദ ഷോപ്പ് ഇസ് നിയർ ദ കഫേ. മുന്നിലല്ല, അടുത്ത്. അടുത്ത്. അടുത്തെന്തേനി? ഖരീബ്. ഫീ ദുക്കാൻ. ഫീ ദുക്കാൻ എന്തിനാ? ഞാൻ ഇൻ ദ ഷോപ്പ് എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ദ ഷോപ്പ്. ദ എന്ന് പറയുമ്പം അൽ ചേർത്തി കൊടുക്കും. ഓക്കെ. ഓക്കെ. അൽ ദുക്കാൻ ഖരീബ്
കഫ്റ്റേരിയ. കഫേ. അൽ ദുക്കാൻ ഖരീബ് കഫേ. കഫേന് അറബിയിൽ മഖഹ എന്നാട്ടോ പറയാ. മത്തഫ. മഖഹ. മത്തഹ. ഓക്കെ. മഖഹ. ഓക്കെ. ദുക്കാന് ഷോപ്പാണ്. ഈ പറയുന്ന വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്തോട്ടോ. ഓക്കെ, തമാം. ഇനി സി കെ ആണോ പേര്? സി കെ നാഷിക്ക് പറഞ്ഞോ. ദ റെസ്റ്റോറന്റ് ഇസ് ഫാർ ഫ്രം ദ ബീച്ച്. എങ്ങനെ അറബി പറയാം? റെസ്റ്റോറന്റ് എന്താ പറയാ? റെസ്റ്റോറന്റിന് മത്അം. മത്അം. അൽ മത്അം. ഖരീബിന് പോസ്റ്റ് സഈദ്. സഈദ് അല്ലേ? സഈദ് എന്താ ഹാപ്പി? അല്ല, സഈദ് അല്ല, ബഈദ്. ബഈദ്. അൽ മത്അം ബഈദ് എന്തിന്റെയാണ്? ബഈദ് ഫ്രം ദ ബീച്ച്. ഫ്രം ദ ബീച്ച്. ബീച്ച് എന്താ പറയാ? ബീച്ചിന് അശ്ശാത്തി. അശ്ശാത്തി എന്ന് പറയും. അശ്ശാത്തി എന്നും പറയും, അല്ലെങ്കിൽ അശ്ശാത്തി അൽ ബഹർ എന്നും പറയും കേട്ടോ. അൽ മത്അം ബഈദ് അശ്ശാത്തി. المطعم بعيد عن الشاطئ. المطعم بعيد من الشاطئ نبرة. from اللي from من اوكي من منا من പറയാം. from من. ഇനി അടുത്തത് മറിയ പറഞ്ഞു. The park is opposite the hotel. പാർക്ക് ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ്. പാർക്കിന് എന്താ പറയാ? പാർക്കിന് ഞാൻ ആദ്യം പറഞ്ഞു നീന്നു. ആഷിഖിനോടല്ലേ പറഞ്ഞേ? അത് ഞാൻ മറന്നു എഴുതിച്ചില്ല. അപ്പൊ നോട്ട് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞേ. ഞാൻ ഇപ്പൊ നോട്ട് പറഞ്ഞത് ഹദീഖ. പാർക്ക് ഈസ് ഓപ്പോസിറ്റ് ഹോട്ടൽ. ഹോട്ടലിന് എന്നായിരുന്നു പറഞ്ഞ? മൊത്താൻ എന്ന് പറഞ്ഞാൽ മതിയോ? റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് ആണ്. ഹോട്ടലിന് പറയാ ഫുന്ദുഖ്. ഫുന്ദുഖ്. പാർക്ക് ഈസ് ഓപ്പോസിറ്റ് ഹോട്ടൽ. അൽ ഹദീഖ മുഹാബിൽ ഫുന്ദുഖ്. അൽ ഹദീഖ മുഹാബിൽ. മുഹാനാണോ? മുഖാബിൽ. എന്ന് പറഞ്ഞ മുഖാബിൽ എന്ന് പറഞ്ഞു. മുഖാബിൽ ഫുന്ദുഖ്. ഈ ദ പറയുന്നൊക്കെ അൽ ചേർക്കാട്ടോ. ഈ ദ എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷിൽ ദ ഉണ്ട്, എ ഉണ്ട് അല്ലെ. ബുക്ക് ഉണ്ട്, ദ ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു സംഭവം പറയണതാണ്. ദ ബുക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബുക്കിനെ പറയാണ്, എടുത്ത് പറയാണ്, സ്പെസിഫിക് ബുക്കിനെ. ബുക്ക് എന്ന് പറയുമ്പോ ഏത് ബുക്കും ആവാലോ. അപ്പൊ ദ ബുക്കിന് അറബി പറയാം അൽ കിതാബ് എന്നാണ്. ഏ ബുക്ക് എന്നാവുമ്പോ വെറും കിതാബ് എന്ന് പറയാം. അപ്പം അടുത്തത് ആഷിഖ്. അപ്പൊ നിങ്ങൾ രണ്ടാളെന്നെ ഉള്ളൂ അല്ലേ? റിസ്വാൻ, സി കെ. Yes ma'am, I was outside. You're outside or you was outside? I am outside. Okay. അപ്പൊ ആൻസർ ചെയ്യാൻ കഴിയൂലേ? നോക്കാം, ആൻസർ ചെയ്യാൻ നോക്കാം. അടുത്ത ഈ പറഞ്ഞു. അപ്പം ഞാൻ പറയാണ്, I am going to the market. അതെങ്ങനെ അറബി പറയാം? يا أخي رزوان. أنا أروح إلى الماركت. എന്താ പറയാ? മാർക്കറ്റിന് എന്താ പറയാ? أنا أروح إلى السوق. إلى السوق. أوكي. أنا أروح إلى السوق. ഇനി അടുത്തത് ആഷിഖ് പറഞ്ഞു.
ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ എങ്ങനെ പറയാം? എന്ത്? ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ. ആ കാറ്റിന് എന്തേനു? റിസ്വാൻ പറഞ്ഞെന്താണ്? ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. യാ ഖൈർ റിസ്വാൻ. കിത്ത്. കിത്ത്. ആ ഓക്കെ. القط تحت الطاولة. تحت الطاولة. أحسنتم. يلا. പോരാ, ഇനി കൂടുതൽ വേണോ? മനസ്സിലായില്ല? അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അടുത്തതാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേഗം നോക്കി പോവാം. ടൈമാണ്. ടൈമും കളേഴ്സും നമുക്ക് നോക്കാം. ഇതില് സാഅത്ത് അല്ലെ? സാഅത്ത് എന്ന് പറഞ്ഞാല് ഹവറിന് എന്താ പറയാ? എന്ന് പറഞ്ഞാല് ഹവർ. അപ്പം മിനിറ്റിന് പറയാ ദഗീഗ. അത് ദഗീഗ എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. ദഖീഖ എന്നാണ് നമ്മൾ പറയുമ്പോൾ ദഗീഗ എന്ന് പറയും. പിന്നെ സെക്കൻഡിന് സാനിയ. ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അവർ, സെക്കൻഡ്, മിനിറ്റ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുക, ആഷിക്ക് പറയും, ഹൗ മെനി ഹവേഴ്സ് ഇൻ എ ഡേ എങ്ങനെ അറബി പറയാം? ഹൗ മെനി അവർ ഇൻ എ ഡേ? How many? എത്രക്ക് എന്താ പറയാ? كم الساعة اليوم إلى يوم. ഞാൻ എന്താ ചോദിച്ചേ? كم ساعة. أحسنت. كم ساعة في اليوم. في اليوم. إني മറിയ എന്തോ wait a minute എങ്ങനെ പറയാം? രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെയിറ്റും പഠിച്ചിട്ടുണ്ട്, മിനിറ്റും പഠിച്ചിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് എന്നായിരുന്നു മറന്നുപോയി. പഠിച്ചായിരുന്നല്ലോ. ഇപ്പം പഠിച്ചത് മറക്കാൻ പറ്റുമോ? ഇൻതളിർ. മിനിറ്റിന് ദഗീഗ. ഇൻതളിർ ദഗീഗ. അതന്നെ. അഹ്സൻതി. ഇൻതളിർ ദഗീഗ. നമ്മളിടക്കൊക്കെ പറയില്ലേ ഒരു ഇഞ്ച് എന്നറിയല്ലോ. അപ്പൊ നമുക്ക് പറയാം ഇൻതളിർ ദഗീഗ അല്ലെങ്കിൽ ദഗീഗ. ഇൻതളിർ അല്ലെങ്കിൽ ഇസ്തന്നി എന്നൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇസ്തന്നി വെച്ചാ വെയിറ്റ്. ഓക്കെ, രണ്ടും ഉപയോഗിക്കും. രണ്ടും പക്ഷെ ഇസ്തന്നി വേറെ ഡയലക്റ്റ് ആണ്. ഇൻതളിർ എന്ന് ഉപയോഗിച്ചാലും മതി. ഓക്കെ, ഇനി ഒരു ക്വാർട്ടറിന് അറബി പറയാം ഹാഫിന് നെസ്സാന്ന് പറയരുത്, നെസ് എന്ന് പറയുള്ളൂ. നെസ്. ഓക്കെ, പിന്നെ ഒരു ക്വാർട്ടർ ടു എന്നറിയില്ലോ, ഒരു മുക്കാൽ -15 minutes എന്ന് പറയുമ്പോ മുക്കാലിന് അറബി പറയുന്നതാണ് ഇലാന്നല്ല. ഇലാന്ന് പറഞ്ഞാൽ ടു. റുബഅ് സെയിം ആണ്. റുബഅ് 15 minutes. അപ്പം എന്താ പറയാ, ക്വാർട്ടർ ടു എന്ന് പറയുമ്പോ 45 minutes എന്ന് പറയുമ്പോൾ റുബഅ്ന് ആഡ് ചെയ്യാം. ഇല്ലാന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അപ്പം ഇതിലുള്ളത് എല്ലാം നമ്മൾ നോക്കിയില്ലേ? സഅത്ത്, റുബഅ്, സാനിയ, നിസ്, ദഗീഗ, റുബഅ്. അപ്പം വാട്ട് ഈസ് ദ ടൈം എന്ന് പറയുന്നതാണ് പിന്നെ the time is 11:15. الساعة time എന്ന് പറയാട്ടോ.
ഷാഹ 11 എന്താ പറയാ? 11 അഹ്ദാഷ് 11 وربع റുബ. ആദ്യം 11 പറയാ, പിന്നെ ഒരു ആൻഡിന് അറബിയിൽ വാവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 11 and 15 minutes. 15 വറുബ പറയാം. ഓക്കെ, റുബ. നമ്മൾ ഇവിടെ ആഷർ എന്ന് പറയുമ്പം ഈ ആഷർ വരുന്നിടത്തൊക്കെ അവര് സംസാരിക്കുന്ന സമയത്ത് റാ പുറത്തേക്ക് വരൂല. ആരോ മൈക്കാണോ? ഓക്കെ, 11 എന്ന് പറയുള്ളൂ. അഷ് വരെ പറയുള്ളൂ. പറയുന്ന സമയത്ത് റാ കേൾക്കൂല കേട്ടോ. 11 വറുബ എന്ന് പറയും. തൽക്കാലം 11 എന്ന് പറഞ്ഞോളി. അടുത്തത് 6:30 6 6 ونص 6 ونص. اوكي 11:45 12 إلا الربع എന്താ അവിടെ 12 എന്ന് പറഞ്ഞാൽ 11 ആണോ? 12 12. എന്താ അവിടെ 12 എന്ന്? 11 أثناء അല്ല അത് 12 കുറക്കല്ലേ അതിനോട് കുറച്ചാണ്ട് പറയുന്നു. അതന്നെ, 12 കുറച്ചിട്ടാണ് പറയാ. ഇല്ല റുബ. ഓക്കെ, അതുകൊണ്ടാണ് ഇല്ലാന്ന് അവിടെ വന്നത്. ഇനി കുറച്ച് കളേഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ബ്ലാക്ക് എന്ന് പറയുന്നതാണ് أسود നിങ്ങൾ കളേഴ്സ് പഠിച്ചിരുന്നോ? ഞാൻ ഇങ്ങനെ പറയണേലും അത് ഞാൻ ചോദിക്കല്ലേ നല്ലേ? അല്ലേ അല്ലേ, അതല്ലേ നല്ലേ? എന്നാല് ആഷിക്ക് പറഞ്ഞു. റെഡിന് എന്താ പറയാ? أحمر അഹ്മർ. മറിയ ഗ്രീനിന് എന്താ പറയാ? ഗ്രീൻ ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ലേ? ഇല്ല, വിട്ടുപോയതാ. ഗ്രീനിന് എന്താ പറയാ? റിസ്വാൻ. റിസ്വാൻ, യാ അഖി റിസ്വാൻ. اسمه جرين ഗ്രീൻ എന്താ പറയാ? زرق لا زرق لا جرين جست مرة ജസ്റ്റ് മറന്നോ? ഞാൻ ആഷിക്ക് പറഞ്ഞു കൊടുത്തേക്ക്. أخضر അഖ്ദർ. അതിപ്പം اوكي എന്താ പറയാ? ദ ബാഗ് ഇസ് ഗ്രീൻ എങ്ങനെ പറയാ? ദ ബാഗ് ഇസ് ഗ്രീൻ. അഖീബ അഹ്ലർ. ഹഖീബ അഖ്ദർ ആവില്ല, ഹഖീബ ഖദ്റ എന്നാണ് കേട്ടോ. ഹഖീബ ഫെമിനിൻ ആണ്. ഹഖീബന്റെ ലാസ്റ്റ് ഒരു താ ഇല്ലേ? അഖീബ അലറ. അപ്പൊ ഖദ്റ ഇവിടെ കണ്ടില്ലേ? സൗദ ഫെമിനിൻ ആണ്, അസ്വദ് മാസ്കുലിൻ ആണ്, സയ്യാറ ഫെമിനിൻ ആണ്. ഇവിടെ ഒരു കാരണം ഇവിടെ ഒരു താ വരുന്നുണ്ട്. അപ്പം സയ്യാറ അസ്വദ് ആവില്ല, സയ്യാറ സൗദ എന്നാവും വരാം. ഓക്കെ, അപ്പൊ ബ്ലൂവിന് നമ്മൾ എന്താ പറയാ? അസ്റഖ് എന്നാ പറയാ. ഖമീസ് എന്താണ്? ഫെമിനിൻ ആണോ മാസ്കുലിൻ ആണോ? مسكولين മാസ്കുലിൻ. അപ്പം സർക്ക എന്ന് വരൂല, അസ്റഖ് എന്നാണ് വരും. ഓക്കെ, ഇനി മറിയ വൈറ്റിന് എന്താ പറയാ? ബയ്യ 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 അയ്യല്ല, അബിയദ്. എന്താണ്? അബിയ അബിയദ്. അബിയദ്. അബിയ വൈറ്റ് ഡോഗിന് എന്താ പറയാ റിസ്വാൻ? എന്താ പറയാ? كلبي أبيض
كلب أبيض. കൽബിന്ന് പറയരുത് കേട്ടോ, അത് എന്റെ പട്ടി. اوكي سوري. പിന്നെ പിങ്കിന് എന്താ പറയാ? പിങ്കിന് എന്താ പറയാ? വർദ്ധി. ഓക്കെ. പർപ്പിളിന് എന്താ പറയാ മറിയ? എന്നതിനാ? പർപ്പിളിന് പർപ്പിൾ. അറിയത്തില്ല. റിസ്വാൻ, യാ അഖി റിസ്വാൻ. റിസ്വാൻ നാശിക്ക് പറഞ്ഞു കൊടുക്ക, പർപ്പിളിന് എന്താ പറയാ? ഇതിലേതാ, അർജവാനിയാണോ അർജുവാനിയാണോ? അർജവാനി. 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 ജവാനി. ജുവാനി. ജുവാനി എന്ന് പറയാം. അപ്പൊ പ്രൗഡിന് എന്താ പറയാ മറിയ? അപ്പം ഒർജുവാനി എന്ന് വെച്ചാൽ ഒർജുവാനി എന്ന് പറഞ്ഞാലോ ബ്രൗണാ? അർജുവാനി ഇല്ല, അർജുവാനി എന്നാണ്, മറ്റേത് റോങ്. അപ്പൊ ബ്രൗണിന് ഞാൻ ഒർജുവാനി എന്ന് എഴുതി വെച്ചേക്കുന്നത്. ബ്രൗണിന് അർജുവാനി ഇല്ലാലോ, മുടിവുള്ള തന്നിക്കണല്ലോ ക്ലിയർ ആയിട്ട്. എന്താണ് ആശയം? ഞാനാ ക്ലിയർ എന്തായിരുന്നു മറിയ? ബുന്നി. 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 ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇനിയിപ്പം പിന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് കേക്കുന്നത് കേട്ട് എഴുതുന്നതാ. കേട്ടേൻ അങ്ങനെ പറഞ്ഞത് അല്ല, ഞാൻ ബേബി പാസ്സായി പോയതായിരിക്കും, എനിക്ക് വായിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ കേക്കലാ. അതിൽ ഇംഗ്ലീഷ് ഇതാ, അവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ലേ ബുന്നിന്ന്? എന്നാലും ഞാൻ പറയണത് ശരിയാവുന്നില്ല, അപ്പൊ ഞാൻ അത് കേട്ടിട്ട് എഴുതുക ചെയ്യുന്നേ. അതാ ഈ ഇടയ്ക്ക് വിട്ടുപോണേ, ഗ്രീനും പർപ്പിളും ഒക്കെ അങ്ങനെ പോയതാ. അപ്പൊ അങ്ങനെ ആവുമ്പോ 2 പ്രാവശ്യമൊക്കെ കേൾക്കേണ്ടി വരും ഓഡിയോ. ഓക്കെ, കേക്കാം. പിന്നെ സിൽവറിന് എന്താ പറയാ ആഷിഖ്? ഫിദ്ദി. ഫിദ്ദി. അപ്പൊ ഗോൾഡിന് എന്താ പറയാ മറിയ? ഞാൻ പഠിച്ചിട്ടില്ല ഇത്. കളറ് എന്നോട് ചോദിക്കാം, ഞാൻ ആകെ കുറച്ചെണ്ണം എഴുതി വെച്ചിട്ടുള്ളൂ. കളറ് പഠിക്കാട്ടോ. റിസ്വാൻ, യാ അഖി റിസ്വാൻ. യെസ് മാം. ഗോൾഡിന് എന്താ പറയാ? ഗോൾഡിന് അസ്ഫർ യെല്ലോ അല്ലേ? അസ്ഫർ യെല്ലോ ആണ്, ഗോൾഡ് യെല്ലോ കളർ ആണ്. പക്ഷെ ഗോൾഡിന് എന്താ പറയാ? ദഹബി. അപ്പം വയലറ്റിന് എന്താ പറയാ? വയലറ്റ് അർജുവാനി അല്ലല്ലോ, പർപ്പിൾ അല്ലേ? അത് പർപ്പിൾ ആണ്. വയലറ്റ് എന്താ? ബിനഫ്സജി. ബനഫ്സജി. അപ്പം ഇൻഡിഗോ എന്താ ആഷിഖ്? ഇൻഡിഗോ. എന്ത്? ലോണല്ലേ? ലോനോ? ആഷിഖ് എന്താ പറഞ്ഞ? ഇൻഡിഗോന് എന്താ അറബി പറയാ? അറിയോ മറിയ? മറിയ നോക്കിയില്ലല്ലേ മറിയ? റിസ്വാൻ എന്താ ഇൻഡിഗോന് പറയാ? യാ അഖി റിസ്വാൻ. നീലി. നീലിയാണ് ഇൻഡിഗോ. ഓക്കെ. തയ്യിബ് ആഷിഖ് മനസ്സിലായോ? നീലിനാണ്, സോറി ഇൻഡിഗോക്കാണ് നീലി എന്ന് അതാ കണ്ടില്ല? ഓക്കെ. എന്താ പറയാ, മറിയ നമ്പേഴ്സ് നോക്കിയോ? നമുക്ക് നമ്പേഴ്സ് ചോദിക്കാം. 535 എന്താ അറബി പറയാ? 5 ഹംസ
ഹംസ ഉം. സലാത്തൂൻ വ ഹംസ. അല്ല, ഹംസ 5 35 നമ്പർ പറയുമ്പം ആദ്യം 5 ഹവർ പറയും, എന്നിട്ട് ഒരു ആൻഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡിന് അറബിയിൽ എന്താണ്? വാവ്. അപ്പം ഹംസ വ 30 മിനിറ്റ്സ്. എന്തെയ്യുന്നു 30 മിനിറ്റ്സ് നമ്മൾ പറഞ്ഞ അരമണിക്കൂർ. തലാത്ത മണിക്കൂർ ന്യൂസ്. മണിക്കൂറാണ്. അല്ലല്ല, സഹ സാ ആണ്